ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ടാണ് അതുപോലെ ഇൻട്രോ എടുക്കണത്. ഇന്നും നമ്മൾ വൈകിട്ട് തന്നെ ഇൻട്രോ എടുക്കണത്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം. എന്താണമ്മ ഉമ്മ എന്താണെന്ന് പറയണം. ഹേ ഗൈസ്, ഞാൻ ഇൻട്രോ എടുക്കാനായിട്ട് ഉമ്മ പേടിച്ചു പോയിരുന്നു. പേടിച്ചാ അച്ചോ അച്ചച്ചനല്ലേ ഗൈസ്, ഞാൻ ഇൻട്രോ എടുക്കാനായിട്ട് ഉമ്മ പേടിച്ചു പോയിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ട കാര്യമുണ്ട്. എന്താ വെച്ചാൽ കടയിലത്തേക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് അധികമുള്ള കാരണം കാറിൽ പോകണം. നമുക്ക് കാറിൽ പോയാലേ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഹിസാൻ അവിടെ ക്ലാസ് കഴിഞ്ഞ് നിൽപ്പുണ്ട് സ്കൂളിൽ കേട്ടോ, 4 മണിയായില്ലേ. അപ്പോൾ അവനെ ചെന്ന് നമുക്ക് വിളിക്കണം. ആദ്യം അവനെ പോയി വിളിക്കാം, എന്നിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം എടുത്തിട്ട് വരാം. അമ്മ എന്നെ ഇട്ടതേ തുറന്നോ കയറിക്കോ. ഇവിടെ ഉണ്ടാവും പഠിക്കണത്. ഇത് അവരുടെ കടയാണ്. എങ്ങനെയായിരുന്നു ക്ലാസ്സൊക്കെ? അടഞ്ഞിട്ടില്ല, വലിച്ചടച്ചോണ്ട് തുറക്ക്. അത് വലിച്ചട. സ്കൂളിൽ എന്താ കൊടിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് റാലി? എന്തിന്റെ റാലി? അറിയാപ്പ. പോവാപ്പ. ഇവിടെയാണ് ഇവൻ പഠിക്കണത്. ഇവിടെയാണ് ഞാനും പഠിച്ചത് 4 വരെ. കള്ള് ഷാപ്പ്, കറികൾ ഊണ്. ഇവിടെയാണ് ഷാപ്പ്. അതാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാം. നീ ഇവിടെ ഇരുന്നോളോ, ഷാപ്പിൽ പോയിട്ട് വരാം. ഗൈസ്, ഞാനുണ്ടല്ല, ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയാണ് വണ്ടി ഇവിടെ നിർത്തിയത്. അവൻ ചോദിച്ചു ഷാപ്പിൽ പോയാണ്. ഞാൻ 5 മണി ആവാറേ. അപ്പോൾ നമ്മളെ ഷോർട്സ് അപ്ലോഡ് ആക്കണം, അതിനാണ് നിർത്തിയത്. അല്ലാണ്ട് ഞങ്ങൾ ഷാപ്പിൽ പോകാൻ വേണ്ടി നിർത്തിയല്ല കേട്ടോ. നമ്മൾ സാധനം മേടിച്ചത് ഇത്രയോ ബില്ലിക്കട ബില്ലും കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ അത്ര ഉണ്ട് നീളം. നോക്കടാ, ബില്ല് കണ്ടാ, നീളം കണ്ടാ ബില്ലിൻ്റെ. സാധനം കയറ്റിയിട്ടില്ല. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് കണ്ട. അപ്പോൾ ആ വണ്ടി കിടക്കണ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ടിൽ പോയി കയറ്റാം. ഫ്രണ്ട് റോഡ് സൈഡ്, അതാണ് ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുക്കാത്തത്. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, ഫ്രണ്ടിൽ പോയിട്ട് സാധനം എടുക്കാം. നമ്മൾ സാധനം മൊത്തം കയറ്റിയിട്ടുണ്ട്. മിച്ചം വന്ന സാധനം ഇവൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം. നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട്. സാധനമൊക്കെ ഇറക്കി വെച്ച്. എൻ്റെ ഫോണിൽ നെറ്റില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാനില്ല. വൈഫൈൻ്റെ ആൾ വന്നിട്ടില്ല. ഇന്നാ വരാമെന്ന് പറഞ്ഞത്. ഇന്നലെയിട്ടാണ് വരാമെന്ന് പറഞ്ഞത്, പക്ഷെ വന്നില്ല. ഇതിപ്പോൾ ഞാൻ എനിക്കാളെ വീട്ടിൽ പോകുമ്പോൾ അപ്ലോഡ് ആക്കാനായിട്ട് എന്ത് കഷ്ടമാണ്. ഇനി എനിക്ക് ഉപയോഗിക്കാൻ കൂടി കിട്ടിയ നെറ്റ്. ഇന്നത്തെ എൻ്റെ മൊത്തം നെറ്റ് തീർന്നു ഷോർട്സ് അപ്ലോഡ് ആക്കിയപ്പോൾ തന്നെ. അയ്യോ കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. കപ്പ എന്നീ മുളകുണ്ട്. കപ്പ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. കപ്പ എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം. സമയം ഇപ്പം രാത്രി 8:30. ഞാനും ഇവനും കൂടി ദോശ കഴിക്കാൻ പോയാണ് തട്ടുകടയിൽ. കുറേ നാളായി ദോശ കഴിച്ചിട്ട്. അപ്പോൾ ഇവനും ദോശ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ദോശ കഴിക്കാൻ പോവാണ്. ഇവരുടെ സ്കൂളിൽ നാളെ പരിപാടിയുണ്ട്, ശിശുദിനത്തിൻ്റെ. അപ്പോൾ ഇവനാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ്? എത്ര പ്രാവശ്യം കഴിക്കൂടാ നീ? ഓംലേറ്റ് ആണോ? ഓംലേറ്റ് അത് ഡബിൾ ഓംലേറ്റ് വേണോ സിംഗിൾ വേണം? 2 വേണോ 1 വേണോ? ഓക്കെ ഗൈസ്, ഇവൻ നാളെ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞില്ലേ, അതിനു വേണ്ടി ഞാൻ ക്യാപ്പ് വേണമെന്ന് പറഞ്ഞു. അവൻ രാത്രിയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പോയപ്പോൾ എൻ്റെ പേപ്പർ മേടിച്ചിട്ട് റെഡിയാക്കാന്ന് പറഞ്ഞ് കയറുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ പേപ്പറില്ല, പകരം ഇതുണ്ടെന്ന് പറഞ്ഞു, സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് 25 രൂപ. അപ്പോൾ പിന്നെ സാധനം മേടിച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം. വെച്ചടാ. അടിപൊളി. ഞാൻ പറയും പിന്നെ പള്ളിയിൽ പോകണ എല്ലാം തൊപ്പിയെടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല. എടാ, മേളിൽ ശരിയായിട്ടില്ല. അടിപൊളി. പിന്നെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് പോയത്. ഗൈസ്, ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം? 6:54. പിറ്റേ ദിവസം 6:54. ഞാനുണ്ടല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കിടന്നാണ്. അപ്പം തന്നെ ഉറങ്ങിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഓക്കെ ആക്കി വെച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞാൽ ഞാനാണ്. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചത് അപ്പം തന്നെ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇരട്ടിപ്പണി എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. പറഞ്ഞ പോലെ ഇന്നെനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുള്ളൂ. അതൊക്കെ ഇന്നലെ വായിച്ചിട്ട് കിടക്കാമെന്ന് എനിക്കായിരുന്നു. അതൊന്നും നടന്നില്ല. ഞാൻ പ്രസൻറ്റേഷൻ്റെ ക്ലിപ്പ് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ
ഞാൻ കാണിച്ചു ചേട്ടാ അടുത്ത വ്ളോഗിൽ. കോമഡി ആയിരിക്കും. എന്തായാലും ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് ബൈ.